യു ആർ എ വെരി ഗുഡ് എന്താ പറയുക, ഒരു ടാലൻറ്റഡ് ക്രിക്കറ്ററാണ്. അപ്പം ആ ഒരാൾ ഒരു ആക്ടിങ് എന്നുള്ളൊരു ലെവലിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ഒരു ആക്ടിങ് സ്കിൽ ഇങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നു എന്നുള്ളൊരു ഫീൽ ഉണ്ടായത്? ഞാൻ ഒളിഞ്ഞു കിടക്കുന്നു പറഞ്ഞാൽ ഇന്ത്യൻ ടീമിൽ 8 വർഷം സർവൈവ് ചെയ്തില്ലേ, അത് തന്നെ ഒരു ആക്ടിങ് അല്ലേ. തമാശ രീതിയിൽ പറയാം, കാരണം നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ മാറ്റി വെച്ച് ഞാനെപ്പോഴും ഓപ്പൺ പറഞ്ഞ പോലെ തന്നെ ആക്ടിങ് എന്ന് പറയുമ്പോൾ എൻ്റെ അച്ഛൻ കുറേ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ 3 പടത്തിൽ മലയാളത്തിൽ സത്യൻ സാറിൻ്റെ കൂടെയൊക്കെ പണ്ട് അഭിനയിച്ചിട്ടുണ്ട്, വാരിക്കുഴി എന്നുള്ള സിനിമയിലെല്ലാം. പിന്നെ എൻ്റെ അളിയനാണെങ്കിൽ മധു ബാലകൃഷ്ണൻ, എല്ലാവർക്കും അറിയാം, ഭയങ്കര ആക്റ്റീവാണ്, വൺ ഓഫ് ദി ബെസ്റ്റ് ഇഫ് നോട്ട് ദി ബെസ്റ്റ്. പിന്നെ എൻ്റെ ചേച്ചിയാണെങ്കിൽ നിവേദിത സീരിയലുകളിലും സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. എൻ്റെ ചേച്ചി ലിറിക്സ് എഴുതിയിട്ടുണ്ട്, ദിവ്യ ചേച്ചി. എൻ്റെ ചേട്ടൻ പാട്ടൊക്കെ അല്ല, ഞാൻ ചെറുതായിട്ട് അവരൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ കിൻഡർ ഗാർഡനിലൊക്കെ വളർന്നു വരുന്ന ആളാണ്, വളർന്നു വരട്ടെ ദൈവം. അപ്പം അതുകൊണ്ടാണ്, അപ്പോൾ ഒരു ആർട്ടിസ്റ്റിക് ഫാമിലിയാണ്. ഞാൻ മാത്രമാണ് ഒരു സ്പോർട്സിലോട്ട് പോയിട്ടുള്ളൂ. അപ്പം ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി. ഇല്ല, ഒരിക്കലും ഇല്ല. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് പോലെ ദിനേശ് ലാൽ സാർ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുപോലെ അതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ അപ്പം നിക്കി എന്ന് പറയുന്ന ആക്ട്രസ് ശരിക്കും ഒരു ലക്കി ആക്ട്രസ് ആയിട്ടാണ് എല്ലാവരും പറയുന്നത്. കാരണം നിക്കി ആരുടെ കൂടെ കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് പടമാണെങ്കിലും എല്ലാം തന്നെ അത് സക്സസ്. സോ ദിസ് ഓൾസോ ഹോപ്പ്ഫുള്ളി നിക്കിയുടെ ഫാൻസും എല്ലാവരും സിനിമ കണ്ട് അംഗീകരിക്കുന്നു വിചാരിക്കുന്നു. കാരണം എനിക്കത് സിനിമയിലൊരു ഗുണം എന്ന് പറഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ അല്ല, അതിലൊരു ജാതിമത ഭേദമില്ല, പൊളിറ്റിക്സ് ഇല്ല. അപ്പം എനിക്കൊണ്ട് സിനിമയെ ആരാധിക്കുന്ന ശ്രീശാന്ത് എന്നുള്ള വ്യക്തിയല്ല, നിക്കി എന്നുള്ള വ്യക്തിയല്ല, സിനിമയെ ആരാധിക്കുന്ന വ്യക്തികൾ സിനിമ ഞാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ ആ ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഒരു ഫാമിലിയായിട്ട് വരിക, അത് കാണുക, എൻജോയ് ചെയ്യുക, അതിനാണ് ക്രൗഡ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അത് വ്യക്തിപരമായ രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പം ഞാനാണെങ്കിൽ ഒരു സിനിമ കാണാൻ പോകുമ്പോൾ ആ സിനിമയാണ് ആരാധിക്കുന്നത്. ഒരു വ്യക്തി ആരാധിക്കുന്നുണ്ട്, പക്ഷെ ആ സിനിമയെ കണ്ടു കഴിയുമ്പോൾ കുറേ ക്യാരക്ടേഴ്സിന് ഇഷ്ടമാവും. അതുപോലെ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് തോന്നുന്നു. ഓക്കെ, സോ കാസ്റ്റിംഗ് വൈസ് ആയിട്ടാണെങ്കിലും എല്ലാം ഈ ടീം 5 എന്ന് പറയുമ്പോൾ ആ ഒരു കറക്റ്റ് കാസ്റ്റിംഗ് ലെവലിലേക്കൊക്കെ തന്നെ എല്ലാം നന്നായിട്ട് എല്ലാം കറക്റ്റ്. ഗോപിച്ചേട്ടൻ്റെ മ്യൂസിക് എല്ലാം ഒരു നമ്പർ 1 സൂപ്പർ. ഒരു മേഘപക്ഷി എന്നുള്ള അളിയൻ പാടിയ ഒരു പാട്ടുണ്ട്, അത് ഇറക്കാൻ പറ്റില്ല കാരണം സിനിമയുടെ മെയിൻ ഒരു തുമ്പിനിൽ ജഗജീത് സിംഗിന്റെ കൊയ് ഫരിയാദ് ഇല്ലേ, അതുപോലത്തെ ഒരു ട്യൂണാണ്. കാരണം സിനിമയിൽ മനസ്സിലാക്കാൻ പറ്റുന്നൊരു പാട്ടാണ് അത് മധുചേട്ടൻ പാടിയിരിക്കുന്നത്. പിന്നെ എനിക്ക് ഗോപിച്ചേട്ടൻ തന്നെ പാടിയ ഒരു ഡാൻസ് നമ്പർ നമ്മളിപ്പോൾ ഓസ്ട്രേലിയയിൽ ഷൂട്ട് ചെയ്തു, മെൽബണിൽ. പിന്നെ ഇപ്പോൾ ഒരു വേറൊരു നമ്പർ രാഹുലാണെന്ന് തോന്നുന്നു പാടിയിരിക്കുന്നത്, അദ്ദേഹം നന്നായിട്ട് പാടിയിട്ടുണ്ട് ഒരു അടിപൊളി നമ്പർ. ആഴ്ച എന്ന് പറഞ്ഞൊരു പാട്ടാണ്, നല്ല രസമാണത്. ഒരു യങ്സ്റ്റർ, ഒരു ടിപ്പിക്കൽ ഐറ്റം നമ്പർ സോങ്. പിന്നെ ഒരു റൊമാൻറ്റിക്, അത് ഭയങ്കരമായിട്ട് ഹിറ്റായി നമ്മുടെ യൂട്യൂബിലെല്ലാം. എനിക്ക് തോന്നുന്നു മ്യൂസിക് 24/7 അതാണ് ചെയ്തത്. അവരോട് നന്ദിയുണ്ട്, കാരണം അവർ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്തു. അപ്പം 4 ഗുഡ് സോങ്സ്. So hopefully it will be a good family entertainer. ഉറപ്പായിട്ടും അതെ, ഫാമിലി എന്റർടൈനറേക്കാളും കൂടുതൽ എനിക്കൊരു മോട്ടിവേഷൻ മൂവിയും കൂടിയാണ്, ഒരു ഇൻസ്പിറേഷൻ മൂവിയാണ്. ശ്രീശാന്ത് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ആയിരുന്ന ഒരു മൂവി ഡെഫിനറ്റ്ലി ആളുകൾ എന്തായാലും സ്വീകരിക്കും.